ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനെന്താ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പല്ലേക്ക് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കോ ഇവള് പല്ലെടുത്തിട്ട് പെട്ടിയിലിട്ട് അലമാരയിൽ പൂട്ടിക്കൊണ്ടാക്കുന്നതായിരിക്കും അത്രയും വൃത്തിയിൽ തേക്കുന്നു. ഗൈസ് ഞായറാഴ്ചയാണ് വല്ലപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പല്ലേക്കണ്ടേ. പിന്നെ ഗൈസ് നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് മുറ്റമടിച്ച് വരുന്നു, തൂത്ത് വരികയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ചൂലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അന്ന് അമ്മേൻ്റെ നല്ല രാവിലെ തന്നെ കുറേ ചീത്ത കേട്ടപ്പോൾ ചൂലെടുത്തടിച്ച് വരെ നല്ല കുട്ടിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിൽ കയറുന്നിടത്തിൽ ഇങ്ങനെ ഒരു കോണിയാണ്, അതിൻ്റെ താഴെ കുഞ്ഞി ഈ ഒരു റോഡുണ്ട്. ആ റോഡും കൂടെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നല്ല ബുദ്ധികളൊക്കെ എനിക്ക് വരാറുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ കാണിക്കാമല്ലോ, എൻ്റെ പെട്ടി ഷോ കാണണ്ടേ നിങ്ങൾക്ക്. ആ മിറ്റടിക്കുമ്പോൾ ഒരാളിവിടെ കണ്ട് രസിക്കുകയാണ് ഗൈസ്. എന്താ സുഖം, പരമ സുഖം ഗൈസ്. തിന്നാ ഉറങ്ങാം എന്നെപ്പോലെ തന്നെ. പിന്നെ എന്താ ബേക്കിലുള്ള മുറ്റം കൂടെ തൂത്ത് വാരി കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞിട്ടിരിക്കുകയാണ്, പിന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഗൈസ് ഞാൻ ഇന്നലെ കാർത്തികപ്പള്ളി ഒരാവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ. അങ്ങനെ അവിടുന്ന് എനിക്ക് 2-3 മണി പ്ലാന്റ് തന്നു. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെറൈറ്റി മണി പ്ലാന്റ് അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എനിക്ക് തന്നു. പിന്നെ ഗൈസ് ഇതെന്താ ഞാനിങ്ങനെ സ്പ്രേ പോലെ അടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു തരില്ല. ഗൈസ് ബോട്ടിൽ വെള്ളത്തിലിട്ട് വെച്ചത് മാത്രമാണ് എൻ്റെ ചെടികൾ, ബാക്കിയൊക്കെ അമ്മേൻ്റെതാണ് കേട്ടോ. ഇത് മണ്ണിൽ നട്ടൊക്കെ അമ്മേൻ്റെതാണ്. അമ്മയാണ് കൂടുതലും ചെടികൾ വെക്കുക. ഒരു ഐറ്റം നിങ്ങളുടെ വീട്ടിലൊന്നും കാണില്ല ഗൈസ്, എൻ്റെ വീട്ടിൽ മാത്രമേ ഉണ്ടാവൂ. കാരണം തുളസിമേൽ പൂ വിരിയുന്ന വീട് എൻ്റെ വീട് മാത്രമാണ് ഗൈസ്. പല നിറത്തിലുള്ള പൂക്കളുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ പറിച്ചിട്ട് അതിൻ്റെ മേലെ ഫിറ്റൊക്കെ ചെയ്യാം. നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ വീട്ടിൽ തുളസിമേൽ പൂ വിരിയില്ല, എൻ്റെ വീട്ടിൽ മാത്രമേ വരൂ. പിന്നെ ഇതെന്താ ഗൈസ്, ഹോമം കഴിക്കുന്നല്ലോ, ഓം ശാന്തി മറ്റുന്ന ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നതെന്നറിയാമോ. ഈ ബോട്ടിലിൻ്റെ സ്റ്റിക്കർ ഞാൻ പറിച്ചിട്ടില്ല, അപ്പോൾ എനിക്കത് അവിടെ ചെടീൻ്റെ അവിടെ വെക്കാൻ എനിക്ക് എന്തോ പോലെ. പിന്നെ മടി കൊണ്ട് പറിക്കാൻ കഴിയില്ല ഗൈസ്. ഇവിടെയും വെള്ളപ്പൂവും റോസ് പൂവൊക്കെ വരുന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തരില്ല ഇതിൻ്റെ ഐഡിയ ഒന്നും. പിന്നെ ഗൈസ് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കുഞ്ഞി കുപ്പിയിൽ വെച്ച ചെടികളൊക്കെ മേലെ എടുത്ത് വെച്ചിട്ട് വലിയ കുപ്പിയിലുള്ള താഴെ എടുത്ത് വെച്ചു. അങ്ങനെയാണ് എൻ്റെ ചെടികളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ് വാഷും അതേപോലെ ടോണറും ലിപ്സ്റ്റിക്കൊക്കെ ലിബാമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. തോന്നുന്നത് വെള്ളം കൂടുതലായിട്ടോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല ഗൈസ്. ഇതെനിക്ക് ദോശയായിട്ട് കിട്ടിയില്ല, ഇല്ലെങ്കിൽ മുറിഞ്ഞ് പോയി. പിന്നെ ഞാൻ ഓർക്കാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഓർക്കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഓർക്കാട്ടിൽ തിരിച്ച് വരുമ്പോൾ ഞാൻ രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് ബർഗർ വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ അമ്മമ്മക്കൊക്കെ പപ്സ് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഞാനിതാ ഈ ഒരു ഐറ്റം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ 2 ദിവസം മുന്നേ ഈ ഒരു ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് കഴിക്കാൻ തിരിച്ചു. പിന്നെ നമ്മുടെ ദോശ അത് ആലോചിക്കാനേ വയ്യ എൻ്റെ പൊന്നെ. ഇന്നത്തെ ഗൈസ് എൻ്റെ പെട്ടി ഷോ കണ്ടുകൊണ്ടിരിക്കൂ. പിന്നെ ഞാൻ നടന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ മീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് കൊഞ്ചനും അതേപോലെ കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവക്ക് നാളെയാണ് കേട്ടോ പെരുന്നാൾ. അവൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനത്തെ ഫസ്റ്റ് ഇവക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. പിന്നെ അവൾ ഇതെടുക്കാമെന്ന് ഫിക്സാക്കി. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഉമ്മാക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞു രസമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു ഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു, പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഒറ്റ പീസ് മാത്രമേ ഉണ്ടായിരുന്നു, വേറെ കളറൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടിഷോ ആക്കുകയാണ്. ലാസ്റ്റ് ഇതാ ഇവൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല വൈറ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് ഫിക്സാക്കി, ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓർക്കാട്ടിൽ വന്നിട്ട് ഇത് ഈ ഒരു തട്ടുകടയിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ് ഗൈസ്. അങ്ങനെ നല്ല മഴയായിരുന്നു ഗൈസ്. ഞാൻ ഒരു മുട്ടയും പത്തലും, അവൾ കോഴിക്കാലും, പിന്നെ ഞാനൊരു കല്ലുമ്മക്കായ പൊരിച്ചതും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. ഞാൻ ഓർഡർ ചെയ്ത കല്ലുമ്മക്കായ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഓർഡർ ചെയ്ത കോഴിക്കലുണ്ടല്ലോ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ലോണം തണിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ചായയും കൂടെ വാങ്ങിച്ചു. നല്ല മഴയാണ് ഗൈസ് കണ്ടോ. പിന്നെ ഗൈസ് നമുക്ക് ലൈവായിട്ട് ചിക്കൻ പൊരിക്കുന്നത് കാണാം. ഈ ഒരു ചിക്കന് 70 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. ഒരു പീസിന് 70 രൂപയാണ്. അപ്പം ഞങ്ങൾ 5 പീസ് വരുന്ന 100 രൂപേൻ്റെ ചിക്കൻ ഓർഡർ ചെയ്തു. നമുക്ക് ലൈവായിട്ട് പൊരിച്ച് തരും, നമുക്ക് ചൂടോടെ തരും. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും. പാർസൽ വാങ്ങിച്ചതാണ് ഞാൻ, അവിടെ നിന്ന് കഴിച്ചില്ല കാരണം നല്ല മഴയായിരുന്നു. വീട്ടിൽ വന്നിട്ട് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചോ. ഗൈസ് കുറച്ച് നേരം ഞങ്ങൾ ഇത് അവിടെ ഇങ്ങനെ ചിക്കൻ പൊരിക്കുന്നത് നോക്കി നിന്നത് കൊണ്ടാണെന്ന് അറിയില്ല ഗൈസ്. എനിക്ക് ആ ചേട്ടൻ 6 പീസ് ചിക്കൻ തന്നു. എന്തോ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, എന്തോ ചെയ്യാൻ. പിന്നെ ഇവിടുന്ന് പൊറോട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ വീട്ടിലേക്ക് പരിപ്പ് വടയൊക്കെ പാർസൽ വാങ്ങിച്ചു, പിന്നെ ചിക്കനും പാർസൽ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ പട്ടി ഷോ കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ നാളെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.